UPSC ഒരു വസ്ത്രം ധരിച്ചു വെച്ചാൽ വസ്ത്രം ധരിച്ചു, അത് വെച്ച് PSC വസ്ത്രം ഊരി വെച്ച് വെച്ചാൽ അത് ഊരി വെച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ അമ്മ തൊട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നത്. ഒരു രാജ്യം ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഡെവലപ്മെന്റ് അതിൽ കാണുന്നില്ലെങ്കിൽ അതൊരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസന മാതൃകയായിട്ടാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഭാര്യയുടെ ശവശരീരമായിട്ട് 17-18 കിലോമീറ്റർ നടന്നിട്ടുള്ള ആൾക്കാരെ. നമുക്കിവിടെ നമ്മളെ നോക്കുന്നത് ബാബു ഡോക്ടറെ അടുത്ത് പോകണോ അതോ ഷാജി ഡോക്ടറെ അടുത്ത് പോകണോ അതോ കൺഫ്യൂഷൻ അവിടെ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ തയ്യാറെടുപ്പിലാണെന്നറിയാം. ഓൾറെഡി ഒരു പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുന്നു. ഇനി പരീക്ഷകൾ ധാരാളം വരാനുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് 2 പുതിയ ടീച്ചേഴ്സ്, 2 സൂപ്പർ ടീച്ചേഴ്സ് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നമസ്കാരം, ഹലോ. എൻ്റെ പേര് അരുൺ, ഡോക്ടർ അരുൺ. ഒരു ഡോക്ടറൊക്കെയാണ്, ഒരു ഹോമിയോ ഡോക്ടറാണ്. അതിനുശേഷം ഒരു MBA കഴിഞ്ഞു, ഒരു MSW കഴിഞ്ഞു. നമ്മളുടെ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ഒരു 3 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 തവണയും തൽക്കാലം എൻ്റെ സേവനം രാജ്യത്തിന് ആവശ്യമില്ല എന്ന് UPSC പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു വന്നു. ഒരു 3 വർഷത്തോളം ഇൻ്റലിജൻസ് ബ്യൂറോയിലായിരുന്നു, IBയിൽ ACIO ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എൻട്രിയിൽ ജോയിൻ ആയിട്ടുണ്ട്. എൻട്രിയിൽ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റ്, പിന്നെ പൊളിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഇത്രയുമായിരിക്കും ഞാൻ നിങ്ങൾക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുക. ഹലോ, എൻ്റെ പേര് ദർവിഷ്. ഞാൻ എക്കണോമിക്സ് ആണ്. കുറച്ച് കാലം ഒരു 7-8 കൊല്ലമായി എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്സാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ പ്രാധാന്യം വളരെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കോണമിയും കേരള എക്കോണമിയും പ്രത്യേകം ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്കറിയാം, ഒരു സ്റ്റാറ്റിക് എന്നുള്ള വിഷയത്തിനേക്കാൾ കൂടുതൽ ഒരു കണ്ടംപററി അല്ലെങ്കിൽ കറണ്ട് കാര്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങളായിട്ടും ഡിസ്കഷനിൽ വരുന്നൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ കൂടെ എക്കണോമിക്സ് ക്ലാസ് അല്ലെങ്കിൽ എക്കണോമിക്സ് സബ്ജക്റ്റുമായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് 2 സൂപ്പർ ടീച്ചേഴ്സിനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അരുൺ സാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ UPSC ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 2 പേർക്കും UPSC ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സാറ് ഡോക്ടറാണ്, IBയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 3 വട്ടം UPSCയുടെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നമ്മുടെ കോഴ്സിന് 2 പേരും മുതൽക്കൂട്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. സാറ് എന്താണ് ഡിഗ്രി ലെവൽ എക്സാംസ് സാർ അനലൈസ് ചെയ്തതിൽ നിന്ന് ഇപ്പോൾ സാറിൻ്റെ വിഷയം തന്നെ എടുക്കാം, അല്ലെങ്കിൽ സാറിന് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം എടുക്കാം. എന്ത് ചേഞ്ചാണ് സാറിന് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു എക്സാം നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും ഭാവിയിൽ? നമുക്ക് ഈ ഒരു ഡിഗ്രി ലെവലിൻ്റെ അല്ലെങ്കിൽ ഒരു ചേഞ്ച് നമ്മൾ കാണേണ്ടത് ഒരു കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നുള്ള രീതിയിലാണ്. കോവിഡിന് മുമ്പ് സത്യം പറഞ്ഞാൽ നമ്മളുടെ PSC കുറച്ചും കൂടി ഒരു ശാന്ത സ്വഭാവമായിരുന്നു. ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിയാൽ പോലും ഈ പറയുന്ന രീതിയിൽ ബാഹുബലിയുടെ ഭാര്യയുടെ പേരെന്താണ്, കരസേന, നാവികസേന, വ്യോമസേന, ദേവസേന, ഇതിനകത്ത് ഏത് സേനയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മളൊരു ഫിലിം കാണുകയാണെങ്കിൽ പോലും ആ ഫിലിമിനകത്തേക്ക് ഒന്ന് ഡീപ്പായിട്ട് ഇറങ്ങി നമുക്കതിൻ്റെ 1-2 ലെയറും കൂടി താഴേക്ക് ഇറങ്ങി ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി, അതായത് ശരിക്കും എന്തിനായിരിക്കും കട്ടപ്പ കൊന്നത് എന്നുള്ളത് 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 1 and 2 ആണ് എന്നുള്ള രീതിയിൽ പറയാനുള്ള രീതിയിലേക്ക് ഇത് ഇങ്ങനെ ചോദ്യങ്ങൾ പിള്ളേർ വരണ്ടു പോകുന്നുണ്ട്, ശരിക്കും വരണ്ടു പോകുന്നുണ്ട്. സോ ആ ഒരു രീതിയിലേക്ക് PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിടത്തോളം PSC ഒരു UPSCയിലേക്ക് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡും കൂടെ മുകളിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ നമ്മളാരുമല്ല, ശരിക്കും പുറത്തിറങ്ങുന്ന കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികൾക്കുണ്ടായ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. അതുമാത്രമല്ല, കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ നമ്മുടെ ഇൻ്റർനെറ്റും കാര്യങ്ങളും വെച്ച് പഠിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കുട്ടികൾ ഒരുപാട് ഇപ്പോൾ കോമ്പറ്റീഷനിലേക്ക് വന്നു. സോ ആ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ PSC വീണ്ടും താഴ്ന്ന ലെവലിൽ കിടക്കാൻ പറ്റില്ല. PSC ഇതിൻ്റെ മുകളിലേക്ക് പോകണം. അത് തന്നെയാണ് PSC ചെയ്തത്. കാര്യം PSCക്ക് ഇങ്ങനെയൊരു ഉയർച്ച ഉണ്ടാക്കിയത് കുട്ടികൾ തന്നെയാണ്. അവരുടെ ഇൻ്റലക്ച്വൽ ലെവൽ കൂടിയത് കൊണ്ട് തന്നെയാണ്. ആ IQ ലെവലിനനുസരിച്ചുള്ള ഒരു പരീക്ഷ എന്നുള്ളത് തന്നെയാണ് ഇതിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് അല്ലെങ്കിൽ അസേർഷൻ റീസൺ ലെവലുള്ള ക്വസ്റ്റ്യനുകളിലേക്ക്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മളുടെ ശരിക്കുമുള്ള ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്തുമാത്രം കൃത്യതയോടുകൂടിയാണ്, വ്യക്തതയോടുകൂടിയാണ്, ആ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കൂടി PSC ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു സമാസമം പിടിക്കുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് പഴയ പോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന് മേലേക്ക് തന്നെ പോകുന്നതല്ലാതെ ഒരു PSC 2.0 3.0 വരുന്നതല്ലാതെ ഒരു സാധ്യതയും കാണുന്നില്ല. എക്കണോമിക്സ് നല്ലപോലെ വിഷമിപ്പിക്കുന്ന സബ്ജക്റ്റാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഈ കൊറോണയ്ക്ക് മുമ്പുള്ള ഫേസിൽ എക്കണോമിക്സ് ആകെപ്പാട് ചോദിക്കുന്ന 5 year പ്ലാൻസാണ്. അതിനുശേഷമാണ് ഈ സബ്ജക്റ്റ് ഡീപ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ സാറിന് എന്താ തോന്നുന്നത്? അതിപ്പം പറഞ്ഞ പോലെ ഈ ഒരു കോവിഡ് എന്നുള്ളതിനേക്കാൾ ഞാൻ എക്കണോമിക്സിൽ കാണുന്നത് അത് തന്നെയാണ്
അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് KS-ൻ്റെ ഫസ്റ്റ് എക്സാമാണ്. യെസ്. അത് KS-ൻ്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം എക്കണോമിക്സിൻ്റെ ട്രെൻഡിൽ ടോട്ടലിയും ഒരു മാറ്റം വന്നിട്ട് ചെയ്തിട്ടുള്ളത്. അതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു WHO ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആര്, അതേപോലെ നമ്മളിപ്പം നീതി ആയോഗ് വന്ന വർഷം ഏത്, ഈ ഏത് ആര് എന്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാറി തുടങ്ങി എന്ന് പറയുമ്പോഴും ആ ഏത് ആര് എന്നുള്ളത് അവർ കൂടെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തന്ത വൈബ് ഉണ്ട്, അതുകൊണ്ട് ഒരു ജെൻസി കൂടിയാണ്. അതായത് ഒരു ജെൻസി തന്ത എന്ന് നമുക്ക് പറയാൻ പറ്റിയ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റം നമ്മൾ കാണുമ്പോൾ ഇപ്പം അരുൺ സാർ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള കേസിൻ്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ ഈ ഫിഗേഴ്സും ഫാക്ട്സും ഒന്നും അങ്ങനെ എടുത്ത് ചോദിക്കുന്ന രീതി ഇല്ലായിരുന്നു ചോദ്യങ്ങളിൽ. ഇപ്പം കൃത്യമായി ഡിജിറ്റുകൾ, വർഷങ്ങൾ, അതുപോലെ പേഴ്സൻറ്റേജുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പഴയ ആ ഒരു എന്താ പറയുക ട്രെൻഡും കൂടി കീപ്പ് ചെയ്ത് പോകുന്ന രീതിയിലാണ് എക്കണോമിക്സിൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. അതായത് KS വാസ് ആക്ച്വലി എ ഗെയിം ചേഞ്ചർ. KS ആയിരുന്നു ഇതിൻ്റെ ഗെയിം ചേഞ്ചർ. KS-ന് ശേഷം PSC എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്ട്രക്ചറിൽ ഒരു എക്സാം കൊണ്ടുവന്നു. ഏറ്റവും മുകളിൽ KS-നെ പ്ലേസ് ചെയ്തു. അതിൻ്റെ താഴെ രണ്ടാമത്തെ ലെവലിൽ ഡിഗ്രി ലെവൽ എക്സാമിനെ പ്ലേസ് ചെയ്തു. അതിനുശേഷം +2 അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ LDC ലെവൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയും എനിക്ക് ഇപ്പോഴത്തെ സെറ്റപ്പിൽ PSC ഒരു ക്വസ്റ്റ്യൻ പൂൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഓരോന്നിനും ഓരോ ലെവലിലുള്ള ഒരു പൂൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണമായത് KS തന്നെയാണ്. കാരണം KS പോലൊരു എക്സാം വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മളുടെ ലെവൽ ഒരു സിവിൽ സർവീസിലേക്കുള്ള ആൾക്കാരെ ഡയറക്റ്റ്ലി തിരഞ്ഞെടുക്കുന്നതാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ വേണമെന്ന് PSC ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് പേര് PSCക്ക് അകത്തേക്ക് വന്നത് തന്നെയാണ് ഈ മാറ്റങ്ങളിൽ ഒരു വ്യത്യാസം എന്നാണ് ഇത് കുറച്ചും കൂടെ സർവീസിലേക്ക് വരുന്ന ബ്യൂറോക്രസിയിലേക്ക് വരുന്ന ആളുകളിലും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും ഒരു ക്വാളിറ്റി അതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ UPSC-യുടെ എന്താ പറയുക UPSC-യുടെ ഒരു വസ്ത്രം ധരിച്ചു വെച്ചാൽ വസ്ത്രം ധരിച്ചു, അത് വെച്ച് PSC-യുടെ വസ്ത്രം ഊരി വെച്ച് വെച്ചാൽ അത് ഊരി വെച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ അമ്മ തൊട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് എന്നൊരവസ്ഥയിലായി. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലെ കൂടെ നമുക്കൊന്ന് പോകാം സാറേ. പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരള PSC നടന്ന പരീക്ഷയാണല്ലോ, ഉറപ്പായിട്ടും കേരള മോഡലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സോഴ്സ് കുറവായതുകൊണ്ട് തന്നെ നല്ലപോലെ ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മറ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സിന് നമുക്ക് NCERT ഉണ്ട്, ടെക്സ്റ്റുകളുണ്ട്, മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഈ സോഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ട്. അതുമല്ല ചോദ്യങ്ങളുടെ ഒരു ഗ്രാവിറ്റി നല്ലപോലെ മാറുന്നുണ്ട് ഈ മേഖലയിൽ. ഇപ്പോൾ കേരള മോഡൽ തീർച്ചയായിട്ടും വരുന്ന കാലത്ത് പരീക്ഷകളിൽ നമുക്ക് നിർബന്ധമായും മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് മാസ്റ്റേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്താണ് സാർ കേരള മോഡൽ? കേരള മോഡൽ എന്താണ്, എൻ്റെ വ്യൂ എന്താണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ്? സാർ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 4th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്കണോമി നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലൊരു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ അതിന് തുല്യമായിട്ടുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അനുസൃതമായിട്ടുള്ള പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകൾ ഇൻഡെക്സ് നോക്കുമ്പോൾ ഇന്ത്യ താഴേക്കാണ് പോകുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ആക്ച്വലി നമ്മളുടെ ഒരു കേരള മോഡൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതുപോലെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇത് മൂന്നിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ഒരു കേരള ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഊന്നൽ കൊടുക്കുന്നത്. കൃത്യമായ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, അതുപോലെ തന്നെ ഒരു പെർ ക്യാപിറ്റ ഇൻകം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മോഡറേറ്റ് ലെവലിലാണ് കേരളത്തിൽ എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റിലേക്കാണ് കേരളം വരുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഒരു എക്കണോമി എന്നുള്ള രീതിയിൽ പറയാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് ദർവീഷ് സാർ തന്നെയായിരിക്കും അത് പറയാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആൾ. അപ്പോൾ അരുൺ സാർ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുന്ന കേരള മോഡൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു സമയത്ത് ഭയങ്കര ചർച്ചയായി ഉണ്ടായിരുന്നൊരു കാര്യമാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇത് ഏകദേശം ഒരു 1970-കളിലൊക്കെയാണ് ഇതിൻ്റെ ഇങ്ങനൊരു കാര്യം, ഒരു മാറ്റം കണ്ടു തുടങ്ങിയത്. പൊതുവെ നമ്മളിപ്പം പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ, ഇപ്പം ഒരു രാജ്യം ഒരു വികസന പാതയിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു വളർച്ച അനിവാര്യമാണ്. ഇപ്പം ഒരു വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സ്റ്റാൻഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആൾക്ക് ഇൻകം വേണം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു വ്യത്യസ്തമായ വളർച്ചാ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ഇൻകം നമുക്ക് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. പക്ഷേ കേരളത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ വരുമാനം ഇല്ല, പക്ഷെ നമുക്ക് അവിടെ നിന്നുണ്ട് ഒരു ക്വാളിറ്റി അവിടെ കാണാൻ പറ്റുന്നതാണ്. അതിൽ കേരളത്തിൻ്റെ ഒരു ഊന്നൽ കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതുപോലെ ഹെൽത്ത് മേഖലകളിലാണ് കൂടുതലായിട്ട് മാറ്റം കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇതിന് പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇപ്പം അമർത്യ സെൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം പറയുന്നത് പുള്ളി, അതായത് ഒരു രാജ്യം ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഡെവലപ്മെൻറ്റ് അതിൽ കാണുന്നില്ലെങ്കിൽ അതൊരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു
വികസന മാതൃകയായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് കേരള മോഡൽ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്, തീർച്ചയായും വന്നിട്ടുണ്ട്. അപ്പം കേരള വികസന മാതൃക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആളുകളുടെ സ്റ്റാൻഡ് ഓഫ് ലിവിങ് ഹൈ ആണ്, ബട്ട് പെർ ക്യാപിറ്റ ഇൻകം വളരെ ലോ ആണ്. ഇത് നമ്മൾ സ്റ്റാൻഡ് ഓഫ് ലിവിങ് നോക്കുന്ന സമയത്ത് അതേ സമയത്ത് ഈ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് കടമെടുക്കുന്ന രീതിയിലുള്ള ഒരു വികസനമാണ് കേരളത്തിനെ കാണുന്നത്. പക്ഷെ ആ വികസന രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ആ വികസിത രാജ്യങ്ങളുടെ വരുമാനം നോക്കുമ്പോൾ കേരളത്തിൻ്റെത് വളരെ കുറവാണ്. അതാണ് ആ ഒരു രീതിയിലാണ് കേരള മോഡൽ ഡെവലപ്മെന്റിനെ ആളുകൾ നോക്കുന്നതും പഠിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എപ്പോഴും നമ്മളൊരു ഹൈ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. HDLൊക്കെ വളരെ മുന്നിലാണ്, വളരെ മുമ്പിലാണ് അല്ലേ. മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഉറപ്പായിട്ടും നമുക്ക് ഇന്ത്യയിലെ ബാക്കിയുള്ള ചിലപ്പം നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ നോർത്ത് ഈസ്റ്റിലെ 1-2 സ്റ്റേറ്റുകളായിരിക്കും ഏകദേശമെങ്കിലും അടുത്ത് നിൽക്കുന്നത് നമ്മളൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. അല്ലാതെ നോക്കിയാൽ സൗത്ത് ആണെങ്കിലും എൻ്റെ ഇന്ത്യയിലാണ് കേരളം തന്നെയാണ്, ഭയങ്കരമായിട്ടുള്ള അന്തരമാണ്. അത് കേരളം നമ്മൾ നോക്കിയാൽ സത്യം പറഞ്ഞാൽ പറയേണ്ടത് കേരളം ഇന്ത്യയിൽ ജനിക്കേണ്ട ഒരു സംസ്ഥാനമേ അല്ല. കേരളം എങ്ങനെയോ ഇന്ത്യയിൽ വന്ന് ജനിച്ചു എന്നുള്ളത് മാത്രമാണ് കേരളത്തിൻ്റെ കുഴപ്പം. കാരണം ഈ പറയുന്ന നല്ല കാര്യങ്ങൾ മാത്രമല്ല ചീത്ത കാര്യങ്ങളും നോക്കൂ. ഓക്കെ, നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന സൈബർ ക്രൈം ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം. ഓക്കെ, വുമൻസിനെതിരെയുള്ള അട്രോസിറ്റീസ് കൂടുതലുള്ളതും കേരളമാണ്. പക്ഷേ അവിടെ ഒരു കാര്യം, ആ അട്രോസിറ്റീസ് കൂടുന്നതെന്ന് പറയുന്നത് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്, ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അറിവുള്ളത് കൊണ്ടാണ്. ആ ഒരു വ്യത്യാസം നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളായിട്ട് തന്നിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. മറ്റു പലയിടത്തും ഇത്തരത്തിൽ അട്രോസിറ്റീസ് ഇല്ല എന്നുള്ളതല്ല, അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും ആൾക്കാർക്ക്. അതിലിപ്പോൾ ഒരു കാര്യം എനിക്ക് പറയുന്നത്, ഇപ്പോൾ ഹരിയാനയുടെ കേസെടുത്ത സമയത്ത് അവിടെ ക്രൈമുകൾ കുറവാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആളുകൾ പേടിയാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതേസമയത്ത് ഇവിടെ സാർ പറഞ്ഞ പോലെ കൂടാനുള്ള കാരണം ആൾക്ക് റെഡിയാണ്. കാരണം നമുക്ക് പറയുന്ന പോലെ ഈ ആളുകളുമായിട്ട് സൗഹൃദം ഉള്ള ഒരു പോലീസ് സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ ഒരു തരത്തിലും ഒരു ക്രൈം സൈറ്റ് കണ്ടാൽ തന്നെ അത് എങ്ങനെ അതിനെ സമീപിക്കണമെന്ന് അവർക്കറിയാം. ഒരു പോലീസിനെ വിളിക്കണോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു ക്രൈം എങ്ങനെ അവിടെ അത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ധാരണയുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം അല്ലേ. എന്തൊക്കെയാണ് സാറേ ഇപ്പം കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാൻ പറ്റും? എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ആദ്യം എന്ത് വെച്ചാൽ നമ്മളുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഹെൽത്ത് എന്നുള്ള രീതിയിൽ പറയും. നോക്കിയാൽ ഈ പറയുന്ന ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന 6%, 7%. അത് ആക്ച്വലി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അതും നമ്മൾ ഏറ്റവും വളരെ കുറവുള്ള രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ PHCയുടെ ഒരു സാന്ദ്രത നോക്കൂ. സാധാരണ ഇടത്ത് ഒരു ഹോസ്പിറ്റലിൽ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ സ്വന്തം ഭാര്യയുടെ ശവശരീരമായിട്ട് 17-18 കിലോമീറ്റർ നടന്നിട്ടുള്ള ആൾക്കാരെ. സോ ആ ഒരു സമയത്ത് നമുക്കിവിടെ നമ്മൾ നോക്കുന്നത് ബാബു ഡോക്ടറെ അടുത്ത് പോകണോ അതോ ഷാജി ഡോക്ടറെ അടുത്ത് പോകണോ അതോ കൺഫ്യൂഷൻ. അവിടുത്തെ കൺഫ്യൂഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതല്ല. നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ ആൾക്കാർ ഹോസ്പിറ്റാലിറ്റി ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ആസ്ട്രൽ പോരാം. കാര്യം കാണാൻ തന്നെ എന്ത് സ്റ്റൈൽ. നമ്മൾ അവിടെ പോകുന്ന ഡോക്ടറെ കാണുക എന്നുള്ളതല്ല, അതിനേക്കാളും മറ്റു ചില നമുക്ക് കിട്ടുന്ന മറ്റു ചില കാര്യങ്ങളോട് നോക്കുന്നതാണ്. ആ ഒരു വ്യത്യാസം നമ്മളുടെ ഹെൽത്ത് സെക്ടറിലുണ്ട്. ഹെൽത്ത് സെക്ടറിലെ ആ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇതിലെ കാര്യം. ഇതിനോട് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, ചിലർ പറയാറുണ്ട് നമ്മളെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വുഹാനാണ്. ഒരു തരത്തിൽ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോവിഡ് ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. അതുപോലെ തന്നെ നിപ്പ വരുന്നത് ഡിറ്റക്ട് ചെയ്യുന്നത് കോഴിക്കോടാണ്. അതുപോലെ ബ്രൂസലോസിസ് വരുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷെ നമ്മൾ അതിൽ അറിയേണ്ട കാര്യം, ഇത് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്, ജാഗ്രതകൾ ചെയ്യുന്നുണ്ട്, കണ്ടെയ്ൻമെന്റ് സോണുകൾ വരുന്നുണ്ട്, നമ്മൾ ട്രീറ്റ്മെന്റുകൾ എക്സാക്ട്ലി അതിനുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. ആ ട്രീറ്റ്മെന്റിലെ മരുന്ന് ഇവിടെ വന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് നിപ്പ പോലെ 75% കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്ന ഒരു ഡിസീസ് വന്നിട്ട് നമ്മൾ ആഴ്ചകൾക്കുള്ളിൽ അതിനെ നമ്മൾ പിടിച്ചു കെട്ടി എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ളൊരു ഇൻഡെക്സ് ആണ്. മറ്റൊരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ അതിൻ്റെ ആഘാതം വലുതായി പോയനെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് വരുത്തി ഹരിയാനയിലും UP-യിലും ഒക്കെ ആൾക്കാർക്ക് കോവിഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തോ പനി കൊണ്ട് ആൾക്കാർ മരിച്ചു. എന്ത് പനിയാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, എന്തോ പനി കൊണ്ട് ആൾക്കാർ മരിച്ചു എന്നുള്ളത് മാത്രമാണ്. സോ ആ ഒരു വ്യത്യാസം നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സിൽ എടുത്തിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് എഡ്യൂക്കേഷനാണ്.
എഡ്യൂക്കേഷനിൽ നമ്മളുടെ ഇപ്പോൾ ലിറ്ററസി റേറ്റ് തന്നെ നോക്കൂ, 96% അടുത്തേക്ക് നമ്മളുടെ ലിറ്ററസി റേറ്റ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത 100-ലെത്തിയില്ലെങ്കിലും സമ്പൂർണ്ണ സാക്ഷരത നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അതിദാരിദ്ര്യം ഇല്ലാത്ത ജില്ലയായിട്ട് ഏത് മാറി? സംസ്ഥാനമായി കോട്ടയം അതിദാരിദ്ര്യം ഇല്ലാത്ത രീതിയിലുള്ള, ഇപ്പം അടുത്തതായിട്ട് PSCക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റനാണ്, കോട്ടയം മാറി. സോ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് എഡ്യൂക്കേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ പണ്ടൊരു മൈഗ്രേഷൻ ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൾഫിലും ബാക്കിയുള്ളിടത്തും പോകുന്ന മീനിയലായിട്ടുള്ള ചെറിയ തരത്തിലുള്ള ജോലികൾക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള നമ്മളുടെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇംഗ്ലണ്ടിലേക്കും അല്ലെങ്കിൽ UK അവിടെ പോകുന്നു. അവിടെ നിന്ന് വരുന്നൊരു റെമിറ്റൻസ് ഉണ്ടല്ലോ, അതും നമ്മുടെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് മുൻതൂക്കം നൽകുന്ന ഒരു കാര്യമാണ്. ഫോറിൻ റെമിറ്റൻസിൻ്റെ കാര്യം ഇപ്പം അരുൺ സാർ പറഞ്ഞ കാര്യം. അപ്പോൾ ഫോറിൻ റെമിറ്റൻസ് എന്നുള്ളത് നമുക്കറിയാം, ഒരു ഗൾഫിലെ ബൂമിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ അവിടേക്ക് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ജോലിക്ക് പോയ ആളുകൾ ഇങ്ങോട്ട് അയക്കുന്ന വരുമാനം അല്ലെങ്കിൽ ഇങ്ങോട്ട് അയക്കുന്ന ഈ പറയുന്ന പ്രൈവറ്റ് റെമിറ്റൻസ് അത് കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് ഒരു കാലത്ത്. കാരണം ഈ പറയുന്ന പണം എന്ന് പറയുന്നത് അവരിവിടെ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ, ഈ പറഞ്ഞ ഹെൽത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ട് ചെയ്തതുകൊണ്ടാണ്. കാരണം ഇവിടെ ഒരു ക്വാളിറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സ്റ്റാൻഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം സാർ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന പോകുന്ന ആളുകൾ കുറച്ചും കൂടി എന്തായി, ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങി. വെറും ഒരു അൺസ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആളുകളിൽ നിന്ന് ഒരു സ്കിൽഡ് ട്രെൻഡിലേക്ക് മാറാണ്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ റെമിറ്റൻസ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സംസ്ഥാനം കേരളം അല്ല എന്നുള്ളതാണ് കറൻലി. മഹാരാഷ്ട്രയാണ് കറൻലി ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വാങ്ങുന്ന സംസ്ഥാനം എന്നുള്ളതുള്ളത്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞതിൽ, എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഈ ലിറ്ററസി റേറ്റ് വളരെ കൂടുതലാണ്. ലിറ്ററസി റേറ്റ് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതിൽ വളരെ കുറവാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ലിറ്ററസി റേറ്റ് വളരെ കൂടുതലാണ്. അതേ സമയത്ത് നമ്മൾ ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേറ്റ് എന്ന സാധനമുണ്ട്. കാരണം വെറും ലിറ്ററസി അല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മിസോറാം ഗവൺമെൻറ് പ്രഖ്യാപിച്ചാണ് ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനം അവരാന്നുള്ളത്. കാരണം ഒരു 95th എന്നുള്ളൊരു ബെഞ്ച് മാർക്കിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു 100% കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അത് ആ ഒരു ഗവൺമെൻറ് പ്രഖ്യാപനമാണ്. അതേ സമയത്ത് നമ്മൾ ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് എന്നുള്ള ഫാക്ടർ നോക്കണം. കാരണം ഈ പറഞ്ഞ ഡ്രോപ്പ് ഔട്ടുകൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വളരെ കൂടുതലാണ്. അതായത് ഒരു കുട്ടി സ്കൂളിൽ ചേർന്നതിന് ശേഷം 5ാം ക്ലാസ്സോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സോ വരെ പോയി നിർത്തുന്നു, അല്ലെങ്കിൽ പാതി വയൽ പഠനം ഉപേക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു +2 അല്ലെങ്കിൽ പറഞ്ഞ ഹയർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന ബാക്കിയുള്ള സ്റ്റേറ്റിനെക്കാട്ടി കൂടുതലാണ്. അത് ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള മോഡ് ഡെവലപ്മെൻറ്റ് വലിയൊരു ഘടകമായിട്ട് ഞാൻ കാണുന്നുണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതിൽ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് April 1, 2010 നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത്. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നപ്പോൾ സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടി. ആ വിദ്യാഭ്യാസത്തിനകത്ത് ഒരു ചേഞ്ച് അവർ കൊണ്ടുവന്നത് നോ ഡീറ്റൻഷൻ പോളിസി ആയിരുന്നു. ഈ നോ ഡീറ്റൻഷൻ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6ാം ക്ലാസ്സിൽ തോറ്റാൽ 7ാം ക്ലാസ്സിലേക്ക് കയറ്റിവിടും, 8ാം ക്ലാസ്സിലേക്ക് കയറ്റിവിടും. അങ്ങനെ 10ാം ക്ലാസ് വരെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ അവൻ തോറ്റാലും അവനെ നമ്മൾ ജയിപ്പിച്ചു വിടും. അങ്ങനെ ജയിപ്പിച്ചു വിട്ടപ്പോൾ ഇന്ത്യയിലാകമാനം ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി എന്നൊരു ഡിബേറ്റ് ഉണ്ടായി. അതായത് ക്വാണ്ടിറ്റി, ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു, പക്ഷേ അതിനുള്ള ക്വാളിറ്റി എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പക്ഷേ അതിനൊരു അപവാദമായിരുന്നു കേരളം. നമുക്ക് ക്വാളിറ്റിയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് കേരളത്തിൽ കൊണ്ടുവന്നു. മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ ഇതൊരു വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലേക്ക് മാത്രം വരുത്തി. സാർ പറഞ്ഞ പോലെ ഒരു ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ കൂട്ടാനായിട്ട് മാത്രം നോക്കുമ്പോൾ കേരളത്തിൽ പണ്ടും ഡ്രോപ്പ് ഔട്ട് റേഷ്യോ കുറവായിരുന്നു. അത് നമുക്ക് അതിലും കുറയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസവും ഹെൽത്തും മാറ്റി വെച്ചാൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ധാരാളം ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് അത് ഏതൊക്കെയാണെന്ന് സാറിന് തോന്നുന്നത്? നമുക്കൊരു ഡോമിനേഷൻ കിട്ടുന്ന തരത്തിലുള്ള പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് ഒരുപാടുണ്ട്. റെയിൽവേയിൽ, റോഡ് വേസിൽ, അങ്ങനെ പലയിടത്തും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് അങ്ങനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തിലെ മെട്രോ, അതുപോലെ തന്നെ കോഴിക്കോട് മെട്രോവും തത്വത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ആ തത്വത്തിൽ അംഗീകരിച്ചത് ഇനി നമ്മൾ ഒരു 2030-35 കൂടി നമുക്കതിൻ്റെ ഒരു പണി ലൈറ്റ് മെട്രോ ആകാം. പക്ഷേ എങ്കിൽ പോലും അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കുതിപ്പായിരിക്കും, ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും. പക്ഷേ അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ തുരങ്കപാതയാണ്, നമ്മളുടെ വയനാട് തുരങ്കപാതയാണ്. ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ നമുക്കതിൻ്റെ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് തുടങ്ങാൻ പറ്റും. ഈവൻ അവിടെ ഉണ്ടാകുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലും വളരെ കീ ആയിട്ടുള്ളൊരു കാര്യം തുരങ്കപാതയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം മുണ്ടകൈയൊക്കെ വന്ന സമയത്ത് നമ്മളവിടെ 31 മണിക്കൂർ എടുത്തു നമ്മൾ ആ ബെയിലിപ്പാലം പണിഞ്ഞിട്ട് ആ സാധനം ക്ലിയർ ചെയ്യാൻ. അത് മാത്രമല്ല ആ ഒരു ടൈമിൽ നമുക്ക് ആ ചുരം കയറി ഇറങ്ങുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതൊക്കെ വളരെ പാടായിരുന്നു. പക്ഷേ ഈ തുരങ്കപാത ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. പിന്നെ നമുക്ക് കാണുന്നത്, ഇപ്പോൾ നമുക്ക് പത്രത്തിലെല്ലാം തന്നെയും വാർത്ത എന്ന് പറയുന്നത് റോഡിൽ കുഴിയുണ്ടെന്നല്ല, കുഴിയുടെ ഇടയ്ക്ക് കുറച്ച് റോഡ് ഉണ്ട് എന്നാണ്. എങ്കിൽ പോലും ആക്ച്വലി ആ റോഡ് വൈഡനിങ് നമുക്കതിൻ്റെ ഗുണങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലാവില്ല. പക്ഷേ ഒരു
5-6 ഇയേഴ്സും ഈ വിഴിഞ്ഞത്തിൻ്റെ ഡെവലപ്മെൻറ്റും കൂടി വന്നു കഴിയുമ്പോൾ അത് നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ, അതായത് ഈ ഗ്രീൻ ഹൈവേയും വിഴിഞ്ഞം ഡെവലപ്മെൻറ്റും വൈഡനും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു വലിയ പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞം ശരിക്കും അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മദർഷിപ്പിന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോർട്ടിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് അത്രയും കേരളത്തിലൊക്കെ, അത് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പോർട്ടിലേക്ക് ഒരു മദർഷിപ്പ് എത്തുക എന്ന് പറയുന്നത് ഭാവിയിൽ കേരളത്തിൻ്റെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയമില്ല. പണ്ട് കൊളംബോയിലോ സിംഗപ്പൂരിലോ ഒക്കെ പോയിക്കൊണ്ടിരുന്ന വലിയ മദർഷിപ്പുകൾക്ക് കേരളത്തിൽ വന്ന് ഈ കണ്ടെയ്നേഴ്സ് ഇറക്കി വെക്കാൻ പറ്റുന്ന, അൺലോഡ് ചെയ്യാൻ പറ്റുന്നതും, അത് എല്ലാ തരത്തിലുള്ള കേരളത്തിലെ ഇൻഡസ്ട്രി അല്ലെ ട്രേഡ് എല്ലാ മേഖലയിലും അത് ബൂസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിനകത്ത് ഒരു മാറ്റമില്ല. ഭാവിയിൽ കേരളത്തിലെ യുവാക്കൾക്ക്, യൂത്തിന് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയ്ക്ക് അതൊരു ഉണർവ് നൽകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ശരിയാണ്. ഒരു കാര്യം കൂടി സർ, നമ്മളുടെ ഒരു വിമാനത്താവളങ്ങൾ നോക്കുക. നമുക്ക് സത്യം പറഞ്ഞാൽ ലണ്ടനിലാണ് നമ്മളെക്കാളും കൂടുതൽ 5 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ. അത് കഴിഞ്ഞാൽ കേരളത്തിലാണ്, ഒരു സ്റ്റേറ്റിലാണ് 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ. തിരുവനന്തപുരത്ത്, അത് കഴിഞ്ഞ് കൊച്ചിയിൽ, ദെൻ കരിപ്പൂർ, ദെൻ കണ്ണൂർ. നമുക്ക് വേണമെങ്കിൽ ഒരു എയർ കേരള കൊണ്ടുവരാം. തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വണ്ടിയിട്ട് ആ കൊച്ചി കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കൊടുക്കും. സോ അത്രയും ഡെവലപ്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ നമ്മൾ സിൽവർ ലൈൻ, സാർ ആ സിൽവർ ലൈൻ, ആ കാര്യം സിൽവർ ലൈൻ്റെ കാര്യം, ഇപ്പോൾ സിൽവർ ലൈനിൽ ഇപ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ച് അതിൻ്റെ കുറച്ച് വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് നമ്മൾ അതിന് അനുമതി കാര്യങ്ങളൊക്കെ സിൽവർ ലൈനിൽ ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിൽവർ ലൈനിൽ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ, ഞാൻ അതിന് മുന്നേ വന്ദേ ഭാരതിൻ്റെ കാര്യം നമ്മൾ പറയാം. ഇപ്പോൾ വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തുടങ്ങുന്ന സമയത്ത് ഒരു ട്രെയിൻ 80 എന്നുള്ള പേരിൽ തുടങ്ങിയൊരു സംവിധാനം. ട്രെയിൻ 80 എന്ന് പറയാനുള്ള കാരണം അതൊരു 18 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഇന്ത്യയുടെ ഇതുവരെ ഉണ്ടായ ട്രെയിൻ യാത്രയിൽ ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള സംഗതിയാണ് ഈ വന്ദേ ഭാരത് എന്നുള്ളത്. പക്ഷേ ഈ വന്ദേ ഭാരതിൻ്റെ ഒരു വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് ലിമിറ്റ് പറഞ്ഞാൽ 160 km/h ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഓടുന്ന വന്ദേ ഭാരത് മാക്സിമം എത്തുന്നത് 110 km ആ റേഞ്ചിലാണ് മാക്സിമം പറ്റുന്നത്. അതിന് വന്ദേ ഭാരത് കുറ്റം പറഞ്ഞ കാര്യമില്ല, വന്ദേ ഭാരത് ഓടുന്ന ട്രാക്കിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. ട്രാഫിക്, അതായത് നമുക്കിവിടെ വളവുകളുണ്ട്. പിന്നെ ഈ വന്ദേ ഭാരത് ഇത്രയും സ്പീഡിൽ തന്നെ ഓടാനുള്ള കാരണം ബാക്കിയുള്ള ട്രെയിനുകളെ മാറ്റി നിർത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഓടാലോ. അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ട്രാക്ക് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അപ്പോൾ ആ സിൽവർ ലൈൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പുതുതായിട്ടൊരു ട്രാക്ക് വെച്ചിട്ടാണ് ഇത് മുന്നിൽ കാണുന്നത്. അതിൽ അവർ പറയുന്നത് മാക്സിമം 200 km/h ആണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കാസർഗോഡ് എത്തണമെങ്കിൽ, ഒരാൾക്ക് കാസർഗോഡ് നിന്ന് നമ്മുടെ തലസ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ എത്തിപ്പെടാൻ പറ്റുന്നതാണ് വലിയ ഒരു സംഭവം. കാരണം നമുക്ക് ഈ യാത്ര ഇപ്പം പറഞ്ഞാൽ ഈ ഹൈവേസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡിൽ തന്നെ എന്താക്കാൻ പറ്റും, ഈ റോഡ് അല്ലെങ്കിൽ ഹൈവേസിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 2030 നമ്മളിപ്പം ഇന്ത്യയുടെ ഒരു വികസിത ഭാരത് എന്ന് പറയുന്നത് 2040 അതിനേക്കാളും മുന്നേ ഒരു കേരളം ഒരു വികസിത കേരളമായി മാറപ്പെടുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതായത് കൊച്ചിയിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ തിരുവനന്തപുരത്ത് വന്ന് സിനിമ കാണണം. അരമണിക്കൂറിൽ നമ്മൾ തിരുവനന്തപുരത്ത് സിനിമ. വലിയൊരു സംഭവമായിരിക്കും. വേറെ ഏത് മേഖലയാണ് നമുക്ക് അത്തരത്തിൽ നമുക്ക് പിന്നീട് എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കാൻ പറ്റും നമ്മളുടെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സയൻസ് പാർക്ക്, നമ്മൾ ഈ പറയുന്ന രീതി DST ഒരു സയൻസ് പാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നുണ്ട്. ഏകദേശം 1000 കോടി രൂപയുടെ മൂലധനത്തിലാണ് നമ്മൾ അത്തരത്തിലൊരു പാർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും അത്തരത്തിൽ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ വേസ്റ്റിനെ പോലും നമ്മൾ മാറ്റുന്ന രീതിയിൽ നമ്മളൊരു ഈ പറയുന്ന രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ്, ഒരു വേസ്റ്റ് ഇൻസെൻറ്റീവ് സ്കീം, ഒരു വേസ്റ്റ് ഇൻസെൻറ്റീവ് സ്കീം നമ്മളെ ജൂലൈ 15 തൊട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു സാധനം. ഈ ജൂലൈ 15 തൊട്ടിട്ട് നമ്മളെ കേരള ഗവൺമെൻറ് വേസ്റ്റ് ഇൻസെൻറ്റീവ് എന്നൊരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളുടെ പഴയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകൾ, അത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മളുടെ ഈ പറയുന്ന ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്താൽ അവരതിന് ചെറിയ രീതിയിലൊരു മണി നമുക്ക് ഇങ്ങോട്ട് തരുന്ന രീതിയിൽ ഒരു പ്ലാൻ. അങ്ങനെ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റീസൈക്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. നമ്മൾ കേരളം ജീനോം പാർക്ക് തുടങ്ങുകയാണ്. ഒരു ജീനോം ഈ പറയുന്ന രീതിയിൽ നമ്മളുടേതായിട്ടുള്ള ജന്തുജാലങ്ങളുടെ ജീനോം എടുത്ത് പഠിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലൊരു ജീനോം പാർക്ക് തുടങ്ങുന്നുണ്ട്. അതും ഒരു കിടിലം പ്രോജക്റ്റാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരുപാട് നിരവധി കാര്യങ്ങൾ. പണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ വൈറസിൻ്റെയോ ബാക്കിയുള്ളവ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ അയക്കണമായിരുന്നു. ഇപ്പം നമ്മൾ കേരളത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകളുടെ ഒരു
അവയർനെസ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ സാറേ? ഇപ്പം നമുക്കൊരു ഒരു ഡെവലപ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവതരിപ്പിക്കുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതോടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ് കേരള ഇനീഷ്യേറ്റീവ് എന്നാണ് സംഗതി. ഇപ്പം ഒരു സമയത്ത് കേരളത്തിൻ്റെ ഒരു വലിയൊരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഇവിടെ തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മറ്റ് ഈ ഇൻഡസ്ട്രികളൊക്കെ പോകുന്നത് മറ്റ് പല ഇപ്പോൾ നമ്മളെ നെയ്ബറിങ് സ്ഥലങ്ങളായിട്ടുള്ള കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, നമുക്ക് കുറേ എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളും ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സും ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് നമുക്കറിയാം. ഈ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ കേരളമാണ് മുന്നിൽ നിൽക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട്. കാരണം നമുക്ക് ഇവിടെ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ അതിനുള്ള പെർമിഷനൊക്കെ ഒരു സമയത്ത് നമുക്കറിയാം. ഈ പറയുന്ന നൂലാമാലകൾ അല്ലെങ്കിൽ സർക്കാരിനെ നമ്മൾ ഈ പറയുന്ന റെഡ് ടാപ്പിസം പോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടിരുന്ന സമയത്ത് ഇപ്പം മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു അപ്രൂവൽ കിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ MSMEs കൂടുതലായിട്ട് വരികയാണ്. നമ്മളിപ്പോൾ ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോലെ തന്നെ ആ ഇൻവെസ്റ്റേഴ്സ് മേക്ക് ഇൻ കേരള എന്നുള്ള രീതിയിലേക്ക് മാറി തുടങ്ങാൻ ചെയ്യുന്നു. ശരിയാണ്. അത് സാറ് പറഞ്ഞതിൻ്റെ കൂടെ പറയാനുള്ളത്, നമ്മൾ IT പാർക്കുകൾ ഇപ്പോൾ കോഴിക്കോട് തുടങ്ങാൻ പോകുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. അതായത് എൻ്റെ നാട്ടിൽ കൊട്ടാരക്കരയിൽ നമ്മൾ അവിടെ ഒരു IT പാർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വമ്പൻ ചേഞ്ചാണ്. കാര്യം IT പാർക്ക് കൊച്ചിയിൽ മാത്രമായി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് മാത്രമായി നിന്നത് ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് IT-യിൽ വരുന്നു. ഇതിനേക്കാളും വമ്പൻ പ്രോജക്റ്റായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. പാലക്കാടിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് 3000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ കേരള ഗവൺമെൻറ് ഏകദേശം 10000 കോടിക്ക് മുകളിലുള്ള ഒരു പാർക്ക് തന്നെ, അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാലക്കാട് വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ആകർഷിക്കുന്നതിൽ നമ്മൾ കുറച്ചും കൂടെ മുൻപന്തിയിൽ എത്തിയിട്ടില്ല സാറേ. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ മന്ത്രിമാരൊക്കെ പുറത്തു പോകുമ്പോൾ കളിയാക്കാറുണ്ടാവും, അവർ ഈ പറയുന്ന രീതിയിൽ അവധി ആഘോഷിക്കാൻ പോകുന്നതാണെന്നൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ ഇവർ പോകുന്നത് കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ ആ ഒരു യാത്രകൾ എവിടേക്കൊക്കെയോ ഗുണം ചെയ്തിട്ടുണ്ട് എന്നും പറയാം. പിന്നെ സാർ, ടൂറിസം ഡെവലപ്മെൻറ്റിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? കേരളം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസം ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു മേഖലയിൽ നമുക്കൊരു കുതിപ്പ് ഉണ്ടാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ പല മേഖലയിൽ ഇപ്പം കുറച്ചും കൂടെ ഒരു അവയർനെസ് ആളുകൾക്ക് ഈ ഒരു മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. ആളുകൾ കേരളത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവിടെ ഒരു ഹൈജീൻ, ഒരു ശുചിത്വം, ഒരു ക്ലെൻലിനെസ്, അതുപോലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ നമുക്ക് മുമ്പോട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നതിനാണ് വിശ്വാസം. അതോടൊപ്പം ഈ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ളൊരു ഒരു ടാഗ് ലൈൻ, അതിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കരമായിട്ടൊരു മാറ്റം വരുന്നത് റെസ്പോൺസിബിൾ ടൂറിസം. അതായത് ഒരു ടൂറിസം വന്നു കഴിയുമ്പോൾ ആ ടൂറിസത്തിൻ്റെ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ ആ ഒരു റീജിയൻ്റെ ഇമ്പാക്ട് ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക്, കാരണം അവിടുത്തെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ചെറുകിട സംവിധാനങ്ങൾക്ക് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാണ്. ഇപ്പം ഈ പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പാർക്കുകൾ പോലത്തെ കാര്യങ്ങൾ, അതല്ലാതെ ഇപ്പം നമ്മൾ ഈ ഹോം സ്റ്റേ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല, അതോടൊപ്പം കമ്മ്യൂണിറ്റി കൂടി ഡെവലപ്മെന്റ് അതിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, കേരള ഗവൺമെൻറ് കെ ഹോം എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. കെ ഹോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇവിടെ പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു, കാട് പിടിച്ച് കിടക്കുന്നു. അച്ഛനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ മക്കൾ വീടുണ്ടാക്കിയിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗൾഫിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള വീടുകളെല്ലാം ഏറ്റെടുത്ത് നമ്മളിപ്പോൾ ഈ ഹോം സ്റ്റേകൾ പോലെ, അല്ലെങ്കിൽ നമ്മളുടെ കേരള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കെ ഹോം എന്നൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. കാര്യം ആ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യും, ചെറിയ രീതിയിലുള്ള ഒരു സാലറി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പൈസ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഉടമസ്ഥന് കിട്ടുകയും ചെയ്യും. അതൊരു നല്ല പ്രോജക്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കെ ഹോം എന്ന് പറയുന്ന പ്രോജക്റ്റ്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ഭാവിയിൽ ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേഷൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. കേരളം അതിൻ്റെ പൂർണ്ണ വികസന പാതയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിക്കുമെന്നും, എല്ലാവർക്കും ഇവിടെ സുഖകരമായിട്ട് ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും പഠിക്കാനും അല്ലേ, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ തെളിഞ്ഞു വരണം എന്നുള്ളതല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം. അതെ, കേരളം ഇപ്പോൾ ബംഗാളികളുടെ സ്വന്തം നാടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു മാറി മലയാളികളുടെ സ്വന്തം നാടായി, മലയാളികൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ളതാണ്. കേരള മോഡൽ ഡെവലപ്മെൻറ്റ് നമ്മളിങ്ങനെ ഘോരം പ്രസംഗിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാനുള്ള, അല്ലേ, നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടെ ഒരുങ്ങി കിട്ടണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതിനകത്തൊക്കെ നമ്മൾ ഏറ്റവും മുമ്പിൽ തന്നെ എത്തണം. ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് കുറവുകൾ ഉണ്ടാവരുത്, അല്ലേ. ഇത്തരത്തിൽ നമ്മുടെ എക്കണോമി കൂടി നന്നായിട്ട് വികസിക്കും. ഇപ്പോൾ വിഴിഞ്ഞമൊക്കെ ഭാവിയിൽ ഒരു 40 വർഷങ്ങൾക്ക് ശേഷം വിഴിഞ്ഞത്തിൻ്റെയൊക്കെ പൂർണ്ണ അധികാരം കേരളത്തിൻ്റെ ക്രൗൺ ജുവൽ ആവും. ക്രൗൺ ജുവൽ എന്നുള്ള രീതിയിൽ തന്നെ. എക്സാക്ട്ലി. അപ്പം അങ്ങനെ നമ്മുടെ സംസ്ഥാനം മാറട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും. ഇതുപോലെയുള്ള വിഷയങ്ങൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റുമായി
ഇതുമായി ബന്ധപ്പെട്ട കേരള എക്കണോമിയുമായി ബന്ധപ്പെട്ട കേരള PSCയിൽ ചോദിക്കുന്ന ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും, ലൈവുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സെഷൻ വരേക്കും ബൈ.